അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ച റേഷൻ വ്യാപാരികൾക്ക് മുന്നറിയിപ്പുമായി ഭക്ഷ്യവകുപ്പ്. റേഷൻ നിഷേധിച്ചാൽ ഇ-പോസ് മെഷീനും ഭക്ഷ്യധാന്യങ്ങളും അടക്കം തിരിച്ചെടുക്കുമെന്ന് മന്ത്രി ജി.ആർ. അനിൽ മുന്നറിയിപ്പ് നൽകി. സമരം മൂലം ഒരു കുടുംബത്തിനും റേഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്നും മന്ത്രി ഉറപ്പു നൽകി. ഈ മാസം 27 മുതൽ റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല കടയടപ്പ് സമരം പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് മന്ത്രി ജി.ആർ. അനിൽ മാധ്യമങ്ങളെ കണ്ടത്. ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള സമരങ്ങൾക്ക് സർക്കാർ എതിരല്ലെന്ന് മന്ത്രി പറഞ്ഞു. റേഷൻ വ്യാപാരികൾ ഉന്നയിക്കുന്ന 4 ആവശ്യങ്ങളിൽ ആദ്യത്തെ 2 കേന്ദ്ര സർക്കാരിനെതിരെയാണ്. ഈ 2 ഡിമാൻഡുകളെയും സംസ്ഥാന സർക്കാർ സ്വാഗതം ചെയ്യുന്നതായും അദ്ദേഹം അറിയിച്ചു. റേഷൻ വ്യാപാരികൾ സമരത്തിന് ആധാരമായി ഉന്നയിച്ച 4 പ്രധാന ഡിമാൻഡുകളിൽ 2 കേന്ദ്ര സർക്കാരിനെതിരെയുള്ളതാണ്. 1, കേന്ദ്ര അവഗണന അവസാനിപ്പിക്കുക. 2, ഭക്ഷ്യധാന്യങ്ങൾക്ക് പകരം പണം നൽകുന്ന ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ പദ്ധതി നടപ്പാക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക. റേഷൻ വ്യാപാരികൾ ഉന്നയിച്ചിട്ടുള്ള ഈ 2 ഡിമാൻഡുകളെയും സംസ്ഥാന സർക്കാർ സ്വാഗതം ചെയ്യുകയാണ്. നിലവിലെ കമ്മീഷൻ പാക്കേജ് പരിഷ്കരിക്കുക, കമ്മീഷൻ അതാത് മാസം തന്നെ നൽകുക എന്നിവയാണ് മറ്റ് 2 ഡിമാൻഡുകൾ. ഇതിനെ പൂർണ്ണമായി തള്ളിക്കളയുന്ന നിലപാടല്ല സംസ്ഥാന സർക്കാരിനുള്ളതെന്നും മന്ത്രി വ്യക്തമാക്കി. 1 കിൻഡൽ ഭക്ഷ്യധാന്യ വിതരണത്തിനായി റേഷൻ വ്യാപാരികൾക്ക് നിലവിൽ ലഭിച്ചു വരുന്ന ശരാശരി കമ്മീഷൻ 300 രൂപ വേണം. ഇത് രാജ്യത്ത് നിലനിൽക്കുന്ന ഏറ്റവും ഉയർന്ന കമ്മീഷൻ നിരക്കാണ്. 53.5 രൂപ മാത്രമാണ് കേന്ദ്രം അനുവദിക്കുന്നത്. ഏകദേശം 247 രൂപ നൽകുന്നത് സംസ്ഥാന സർക്കാരാണ്. എന്നാൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഭക്ഷ്യധാന്യ വിതരണം തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള പണിമുടക്ക് നടത്തുമ്പോൾ അതിന് ഗൗരവമായി കാണാതിരിക്കാൻ കഴിയില്ല. രാജ്യത്ത് ഏറ്റവും ശക്തമായ പൊതുവിതരണ സംവിധാനമുള്ള സംസ്ഥാനമാണ് കേരളം. ഇതിനെ ദുർബലപ്പെടുത്താനുള്ള നീക്കങ്ങളാണ് കേന്ദ്ര സർക്കാർ നടത്തിവരുന്നതെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.